പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്ക. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. നീത നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നീത, കഴിഞ്ഞ ദിവസം സമാധാനത്തിലേക്ക് തങ്ങൾ കടക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. എന്നാൽ അവിടെയും ഈ ഫലം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും യുദ്ധം രൂക്ഷമാവുകയാണോ? തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഒരു സമാധാനത്തിലേക്ക് പോകുന്നു, വെടിനിർത്തുന്നു എന്നുള്ളതാണെങ്കിൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായുള്ള വാർത്തയാണ് അവിടെ നിന്നും വരുന്നത്. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിലാണ് അമേരിക്കയുടെ ആക്രമണം നടന്നിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥിരീകരിക്കുന്നത്. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന്റെ മറുപടിയായാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് അമേരിക്കയും വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ തിരിച്ചടിയുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പ്രാദേശിക സമയം പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ സിരിക്കിലും അതുപോലെ തന്നെ ഹോർമുസ് പരിസരത്തുമുള്ള ബന്ദർ അബ്ബാസിലും ഖഷാമിലുമാണ് ഈ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ ഹോർമുസ് കടലിടുക്കിന് സമീപമായി ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ അമേരിക്കയുടെ അപ്പാച്ചി അറ്റാക്ക് ഹെലികോപ്റ്റർ ആയിരുന്നു ഇറാൻ ഇന്നലെ തകർത്തത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിന് മറുപടിയാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ആക്രമണത്തെ എന്തായാലും US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഈ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഈ ഹെലികോപ്റ്റർ തകർത്തതിന്റെ ഒരു മറുപടിയായാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ ഇന്നലെ ട്രംപിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതികരണങ്ങളൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇറാനും അതുപോലെ തന്നെ ഇസ്രയേലും കൃത്യമായി തന്നെ ഒരു സ്ഥിരീകരണം തന്നിരുന്നു. വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്നുകൂടി ഇവർ പറഞ്ഞു വെച്ചിരുന്നു. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ അമേരിക്കയുടെ ഒരു നിലപാട് എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് എത്രത്തോളം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിന് നടക്കും എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് വീണ്ടും സംഘർഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനുമായി ഉടൻ തന്നെ ഒരു നീതിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.